ഹൈ ഫ്രണ്ട്സ്, മൈസെൽഫ് മനീഷ്. ഇക്കഴിഞ്ഞ പൂനെ കേരള ബ്ലാസ്റ്റേഴ്സ് മത്സരത്തിനിടെ പൂനെയുടെ ഹോം ഗ്രൗണ്ടിൽ വെച്ചുണ്ടായ ആക്രമണത്തിൽ ചെറുതായി പരിക്കേറ്റ വ്യക്തിയാണ് ഞാൻ ഈ ഒരു വീഡിയോ കോൾ എടുക്കാനുള്ള സന്ദർഭം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കാരണം എനിക്ക് നേരെ നടന്ന അക്രമത്തിനെ വിലപിച്ചുകൊണ്ട് മഞ്ഞപ്പടയുടെ മെമ്പേഴ്സ് അടക്കം പലരും സോഷ്യൽ മീഡിയകളിലും അല്ലാതെയും രംഗത്ത് വന്നിരുന്നു. അപ്പോൾ അവരുടെ എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെയും FC പൂനെ സിറ്റിയുടെയും മാനേജ്മെന്റ് അടക്കം ISLന്റെ ഒഫീഷ്യൽ ടീം അടക്കം എല്ലാവരും ഈ ഒരു കാര്യത്തെ ഗൗരവമുള്ളതായി കണക്കാക്കി. കാരണം അന്ന് രാത്രി തന്നെ എനിക്ക് നേരെ നടന്ന ആക്രമണം നടന്ന് ഏതാണ്ട് രാത്രിയോടെ തന്നെ 1 മണിയോടെ തന്നെ CK വിനീത്, അതായത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മുൻനിര താരം CK വിനീതേട്ടൻ എന്നെ വിളിച്ചിരുന്നു. എന്താണ് സംഭവമെന്നും എനിക്കെന്തെങ്കിലും പറ്റിയോ എന്ന് അന്വേഷിച്ചിരുന്നു. വളരെ സന്തോഷമുണ്ടായി. കാരണം ഓരോ ഫാൻസും ആഗ്രഹിക്കുന്നതാണ്, അവരുടെ നേരെ എന്തെങ്കിലും അറ്റാക്ക് ഉണ്ടായി കഴിഞ്ഞാൽ അവരുടെ ടീമിന്റെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ട് എല്ലാവരും ആഗ്രഹിക്കുന്നതാണ്. അപ്പോൾ എനിക്ക് നേരെ നടന്ന സംഭവത്തിൽ കുറേ പേര് മഞ്ഞപ്പട ഒഫീഷ്യൽ പേജിൽ അംഗമായ, ഞാൻ മുംബൈ വിങ്ങിലെ അംഗമാണ്. അപ്പോൾ ഒഫീഷ്യൽ പേജിൽ ഞങ്ങളുടെ അംഗങ്ങൾ എല്ലാവരും തന്നെ, മെമ്പേഴ്സ് എല്ലാവരും തന്നെ എന്നെ വിളിച്ച് കാര്യങ്ങൾ അന്വേഷിക്കുകയുണ്ടായി. കാരണം എനിക്ക് നേരെയുള്ള ആക്രമണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലുതായ അല്ലെങ്കിലും ഓരോ ട്രാവലിംഗ് ഫാൻസിനെ സംബന്ധിച്ചിടത്തോളവും അവരുടെ സേഫ്റ്റി ഉറപ്പാക്കേണ്ടത് ഈ ഒരു പ്രശ്നം ഉന്നയിച്ചുകൊണ്ട് തന്നെ ഓരോ മാനേജ്മെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ടതും മഞ്ഞപ്പട ഒരു കർത്തവ്യമായിട്ട് എടുത്തു. അപ്പോൾ ഇന്ന് വൈകിട്ട് FC പൂനെ സിറ്റിയുടെ CEO ഗൗരവ് മോഡ്വൽ സാർ ഇന്ന് എന്നെ വിളിക്കുകയുണ്ടായി. കാരണം ഒറ്റപ്പെട്ട സംഭവം ആണെങ്കിൽ കൂടിയും എനിക്ക് നേരെ ഉണ്ടായ സംഭവത്തിന് അദ്ദേഹം ദുഃഖം പ്രകടിപ്പിച്ചു. കാരണം ആർക്കു നേരെയും സംഭവിച്ചുകൂടാ ഇങ്ങനെയൊരു സംഭവം. കാരണം ഇതൊരു കളിയാണ്, കളിയുടെ സ്പിരിറ്റിലെടുക്കണമെന്ന് അദ്ദേഹവും പറഞ്ഞു. കാരണം നിങ്ങൾക്കറിയാം, D2 ജിയോ സ്റ്റാൻഡ് എന്നുള്ളത് 50 രൂപ ടിക്കറ്റ് എടുത്ത് ആർക്ക് വേണമെങ്കിലും കളി കാണാൻ വരാവുന്ന സ്ഥലമാണ്. സോ ഓറഞ്ച് ആർമിയിൽ ഉൾപ്പെട്ട ഒരു ഫാൻസ് എന്ന് പറയുന്ന ഒരാൾ അല്ല എനിക്ക് നേരെ അക്രമം അഴിച്ചുവിട്ടത്, മറിച്ച് അവിടുത്തെ ലോക്കൽ സമൂഹം എന്ന് തന്നെയാണ് ഞാനും അദ്ദേഹവും എല്ലാവരും കരുതുന്നത്. അപ്പോൾ ഈ ഒരു പ്രശ്നത്തിൽ എനിക്ക് സപ്പോർട്ടായി നിന്ന കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ്, എനിക്കെന്തെങ്കിലും പറ്റിയോ എന്ന് തിരക്കിയ മാനേജ്മെന്റ് അംഗങ്ങൾ, FC പൂനെ സിറ്റിയുടെ CEO ഗൗരവ് സർ, പിന്നെ നമ്മുടെ മുംബൈ മഞ്ഞപ്പട വിങ്ങിന്റെ ഓരോ ക്രൂ മെമ്പേഴ്സിനും എൻ്റെ നന്ദി അറിയിച്ചുകൊള്ളുന്നു. ഈ ഒരു പ്രശ്നം മാനേജ്മെന്റിന്റെ അടക്കം ISL ഒഫീഷ്യൽസിന്റെ വരെ ശ്രദ്ധയിൽപ്പെടുത്താൻ സഹായിച്ച എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊള്ളുന്നു. താങ്ക് യു ഓൾ ഫോർ യുവർ സപ്പോർട്ട്സ്. താങ്ക് യു.